നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുൽത്താൻ ബത്തേരിയിൽ പാസ്റ്റർക്ക് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭീഷണി. പാസ്റ്ററുടെ വാഹനം തടഞ്ഞ ബത്തേരി ടൗണിൽ വെച്ച ബജ്രംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വെക്കേഷൻ ക്ലാസ്സിലേക്ക് കുട്ടികളെ ക്ഷണിക്കാനാണ് ചെറുകാട് ആദിവാസി ഉന്നതിയിലേക്ക് പാസ്റ്റർ പോയത്. എന്തിനാണ് ഹിന്ദു വീടുകളിൽ കയറുന്നത് എന്ന് ചോദിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇനിയും ഹിന്ദു വീടുകളിൽ കയറിയാൽ കാല് വെട്ടുമെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇത് എത്രത്തോളം വാസ്തവമാണെന്ന കാര്യത്തിൽ അറിയില്ല. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിനിടെ ഒരു പ്രവർത്തകൻ പാസ്റ്ററെ അടിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏപ്രിലിൽ നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല നിലവിൽ. അതേസമയം കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ പ്രചരിച്ചത്. നടുറോഡിൽ കൊലവിളിയായും നിന്ന യുവാവിനെ കണ്ട് വഴിയാത്രക്കാർ അടക്കം പതറി. ആലപ്പുഴ ബസ് സ്റ്റാൻഡിന് സമീപമാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. സഹോദരിയെ ശല്യം ചെയ്തെന്ന് ആരോപിച്ചാണ് നടുറോഡിലിട്ട് യുവാക്കൾ മറ്റൊരു യുവാവിനെ കുത്തിയത്. അസഭ്യ വാക്കുകൾ വിളിച്ചാണ് ആക്രമണം നടത്തിയത്. നിനക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വരുമെന്നും അവനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമെന്നും പോലീസിന്റെ പണി ഞാൻ ചെയ്തുവെന്നും എല്ലാം യുവാവ് നടുറോഡിൽ നിന്ന് കത്തിവീശി ആക്രോശിക്കുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശികളായ സിബി, വിഷ്ണുലാൽ എന്നിവർ ചേർന്നാണ് കണ്ണൂർ സ്വദേശിയായ റിയാസിനെ കുത്തിയത്. റിയാസ് ബസ് ഇറങ്ങിയപ്പോൾ തർക്കം തുടങ്ങുകയും കയ്യിൽ കരുതിയ കത്തിയെടുത്ത് പലതവണ യുവാവിനെ കുത്തുകയുമായിരുന്നു. ഇതോടെ കുത്തുകൊണ്ട് കാലിലൂടെ ചോര ഒലിപ്പിച്ച് നിന്ന റിയാസ് രക്ഷയ്ക്ക് ചേട്ടാ എന്ന് അലറി വിളിക്കുകയായിരുന്നു. ഇപ്പോഴിതാ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഒരു പെൺകുട്ടിയെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെയാണ് ആക്രമണം നടത്തിയിരുന്നത് എന്നാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പറയുന്നത്. ഇതോടെ സഹോദരിയെ ശല്യം ചെയ്തതിന് പിന്നാലെയാണ് ആക്രമണം എന്ന പ്രതികളുടെ വാദം പൊളിയുകയാണ്. ഇപ്പോൾ പോലീസ് കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. കത്തികൊണ്ട് മാരകമായി കുത്തിയ പ്രതിയുടെ കാമുകിയെ റിയാസ് ശല്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. പക്ഷേ ഇതുവരെയും റിയാസിനെ മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പെൺകുട്ടിയുടെ മൊഴിയും ഇതുവരെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. റിയാസിന്റെ സുഹൃത്തിന്റെ മൊഴിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. റിയാസിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി സിബി വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ വ്യക്തമാകുന്നു. സംഭവത്തിൽ സിബിയും സുഹൃത്ത് സംഭവ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന വിഷ്ണുലാലും പിടിയിലായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിയാസ് ഇപ്പോഴും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പച്ചക്കള്ളമാണെന്നാണ് വാർത്ത. തന്നെ പ്രായപൂർത്തിയാകാത്ത പെങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ചവനെ ചേട്ടൻ നടുറോഡിൽ കുത്തി. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം യുവാക്കൾ തമ്മിൽ നടന്ന കത്തിക്കുത്തൽ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇങ്ങനെയാണ്. നടുറോഡിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടതിന്റെ ദൃശ്യങ്ങളും വളരെ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയാണ് യുവാക്കളെ വീരന്മാരായി ചിത്രീകരിക്കാൻ തുടങ്ങിയത്. പോലീസ് പറയുന്നത് ഇരുവർക്കും തമ്മിൽ അടുപ്പമുള്ള പെൺകുട്ടിയെ ചൊല്ലിയാണ് തർക്കം നടന്നത് എന്നാണ്. ഇതിന് പിന്നാലെയാണ് യുവാവിന്റെ അനിയത്തിയെ ശല്യം ചെയ്തവരെ പഞ്ഞിക്കിട്ടു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രതി കയ്യടി നേടുന്നത്. പെൺകുട്ടി ഇവരുടെ ബന്ധുവല്ല എന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഒരു വാർത്തകളെ വളച്ചൊടിക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾ പുറം ലോകം അറിയുന്നതുമെന്ന് വ്യക്തമാവുകയാണ്. പലതരത്തിലാണ് ഇത്തരത്തിൽ കത്തിക്കുത്തെന്നൊക്കെ പറയുന്നത് നിസ്സാര കേസായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ക്രമസമാധാനം പൂർണ്ണമായി തകർന്നുകൊണ്ടിരിക്കുന്നു. യുവാക്കൾ കത്തിയെടുത്താൽ പിന്നെ നമ്മുടെ നാട്ടിന്റെ ഭാവി എന്താകുമെന്ന് കൂടി പറയേണ്ടതില്ലല്ലോ. എന്തായാലും കൂടുതൽ സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രതികളിൽ നിന്നുള്ള മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പെൺകുട്ടിയുടെ മൊഴിയും എടുക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരം സ്വദേശി അടക്കമുള്ളവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്.